ഹിപ്നോസിസ് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. ആളുകൾ മയങ്ങി വീഴുന്നു, ആളുകൾക്ക് ഒരുപാട് മാറ്റം വരുന്നു. ക്ലിനിക്കലി അത് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെ എഫക്റ്റീവായ ടൂളാണത്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഒരുപാട് ഹിപ്നോസിസ് കോഴ്സുകൾ കാണുന്നുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ കാണുന്നുണ്ട്. 999 രൂപ കൊടുത്ത് പഠിക്കാൻ പറ്റുന്നത് കാണുന്നുണ്ട്. ശരിക്കും ഇത് അങ്ങനെ പഠിക്കാൻ പറ്റുന്നൊരു വിഷയമാണോ? അങ്ങനെ പഠിച്ചാൽ പഠിക്കുന്നവർക്ക് ഗുണമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതുകൊണ്ട്? ഇത് ശരിക്കും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്, പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഈ 1000 രൂപയ്ക്കൊക്കെ ഒരു ഹിപ്നോസിസ് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിക് സെഷൻ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് അതിൽ എന്ത് ജെന്യൂനിറ്റിയാണുള്ളത്? ഈ പഠിപ്പിക്കുന്ന ആൾ ആരാണ്, എന്താണ്? ഓൺലൈനിൽ കൊടുക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ചുമ്മാ തോന്നിവാസം കാര്യം പറയാം. അറ്റ്ലീസ്റ്റ് ഒരു മെഡിക്കലി അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കോ അല്ലെങ്കിൽ സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള ആളൊക്കെയാണ് ശരിക്കും പറഞ്ഞ് ഇത് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ആധികാരികപ്പെട്ട ആളുകൾ. അവർ കൃത്യമായ ക്വാളിഫിക്കേഷൻ വേണം. ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ 1000 രൂപയ്ക്കൊന്നും ഒരിക്കലും ഒരു ഹിപ്നോട്ടിക് പ്രോഗ്രാം പഠിപ്പിക്കാൻ പറ്റില്ല. അതിന് ജസ്റ്റ് ഫസ്റ്റ് ഇൻഡക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ച് വിടും. അത് പക്ഷേ ഇത് ചെയ്താറുള്ള പ്രശ്നം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്താ കൃത്യമായിട്ട് പറയാം. മിനിമലി ഒരു MSW ഉണ്ടായിരിക്കണം, മെഡിക്കലി ക്വാളിഫൈഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ മെഡിക്കലി ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന BDS അല്ലെങ്കിൽ ഡോക്ടേഴ്സോ എന്തെങ്കിലും ആയിരിക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള BSc നഴ്സുമാർക്കൊക്കെ പോസിബിൾ ആണ്, ഇപ്പോൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ പറഞ്ഞ സൈക്കോളജി കഴിഞ്ഞാൽ MSc സൈക്കോളജി, MA സൈക്കോളജി കഴിഞ്ഞവർക്ക് ചെയ്യാം, മാസ്റ്റേഴ്സ് ഡിഗ്രി. ഇതാണ് മെയിൻലി ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ള ആളുകൾ. ഇത് കാണുന്ന എല്ലാവർക്കും കൊണ്ട് ഹിപ്നോസിസ് പഠിപ്പിക്കാം, ഈ സാധനം ചെയ്യാന്നൊക്കെ പറയുന്നതിന്റെ വ്യക്തമായിട്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ചർച്ച വിഷയം എടുക്കാൻ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഈ ഹിപ്നോസിസ് ആളുകൾ ഇങ്ങനെ മയങ്ങി വീഴുന്നതും ഇല്യൂഷൻ കൊടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കാണും. ഈ വീഡിയോ കാണുന്ന കുറേ ആളുകൾ ഹിപ്നോസിസ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട് ജിനു ബ്രോയോട്, അതായത് എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾ പഠിപ്പിക്കുന്ന ആളോട് കൃത്യമായി ചോദിച്ചിരിക്കണം. കാരണം തെറ്റായ ഹിപ്നോസിസ് പഠിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെ പറ്റി ഞാനിപ്പോൾ ചോദിക്കാം. എന്തായിരിക്കും തെറ്റായിട്ട് ഹിപ്നോസിസ് പഠിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഈ തെറ്റായി പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വേറെ പ്രശ്നം. ഈ സാധനം പഠിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് സേഫ് ഹാൻഡ്സിൽ എത്തത്തില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് പ്രോപ്പർലി നമ്മൾ പറഞ്ഞു സ്റ്റേജ് ഹിപ്നോസിസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ UK പണ്ട് സ്റ്റേജ് ഹിപ്നോസിസ് നിർത്തിക്കളഞ്ഞതാണ്. അത് നിയമപരമായിട്ട് നിർത്തിക്കളഞ്ഞതാണ്. കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റേജ് ഹിപ്നോസിസ് അത് എഫക്റ്റീവ് ആകത്തില്ല. കാരണം അതൊരു ട്രോമാറ്റിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് ഇവരെ ആ ഒരു സംഭവം റിവീൽ ചെയ്യും. ചിലപ്പോൾ ഈ സ്റ്റേജ് ഹിപ്നോസിസ് ചിലപ്പോൾ ഹാലുസിനേഷൻസ് കൊടുക്കാം, പക്ഷേ അത് ഇൻകംപ്ലീഷനാണ്. അത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമല്ല. ഇതൊരു ക്ലിനിക്കലി ഒരു തെറാപ്യൂട്ടിക്കൽ അറ്റ്മോസ്ഫിയറിൽ കൊടുക്കേണ്ട ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹിപ്നോസിസ് ആൻഡ് ഹിപ്നോതെറാപ്പി എന്നൊക്കെ പറയുന്നത്. ഇത് ഫണ്ടിന് ഉപയോഗിക്കാം, സ്റ്റേജിന് ഉപയോഗിക്കാം. എങ്കിലും ഇപ്പോൾ അത് ശരിക്കും വളരെ ഒരുപാട് ഞാനിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എവിടെ നോക്കിയാൽ 1000 രൂപയ്ക്ക് 500 രൂപ ഞാൻ തന്നെ വണ്ടർ അടിച്ചു പോയി. കാരണം 9 ലക്ഷം രൂപയ്ക്കും കൊടുക്കുന്ന ഒരു ഹിപ്നോതെറാപ്പി ക്ലിനിക്കൽ തെറാപ്പി പഠിച്ച് ഇറങ്ങണമെങ്കിൽ അപ്പോൾ ഈ 500 രൂപ 1000 രൂപയ്ക്കൊക്കെ ഇത് പഠിപ്പിച്ച് ഇവരെന്താണ് പഠിപ്പിക്കുന്നത്, എന്ത് സംഭവമാണ് പഠിപ്പിക്കുന്നത്, ആരാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. കണ്ട ഇപ്പോഴത്തെ എല്ലാവരും ഇപ്പോൾ നിസ്സാരം കുട്ടികൾ യുവാക്കളടക്കം തന്നെ ഈ പറയുന്ന പ്രോഗ്രാമുകൾ ഹിപ്നോസിസ് പഠിപ്പിക്കുന്നുണ്ട്. ഹിപ്നോസിസ് പഠിപ്പിക്കണമെങ്കിൽ ഒത്തിരിയധികം അസോസിയേഷൻ മെമ്പർഷിപ്പ് ഒക്കെ വേണമെന്ന് തോന്നുന്നു. വേണം. അതേതൊക്കെയാണ്? നമുക്ക് ഇന്ത്യൻ ഹിപ്നോട്ടിക് അസോസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്കൻ ഹിപ്നോട്ടിക് അസോസിയേഷൻ ഉണ്ട്, ഓസ്ട്രേലിയൻ ഹിപ്നോട്ടിക് അസോസിയേഷൻ ഉണ്ട്, യൂറോപ്യൻ ഹിപ്നോട്ടിക് അസോസിയേഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സർട്ടിഫിക്കേഷനോ വാലിഡേഷനോ ഇല്ലാതെ ഒരു സാധനം നമുക്ക് ഇവിടെ കൊണ്ടുപോയി കളിക്കാൻ പറ്റില്ല. 2003 ഇന്ത്യൻ ഗവൺമെൻറ് ഒരു നിയമം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അണ്ടർ ഗൈഡൻസ് എന്ന് കൃത്യമായി ഉണ്ട്. ശിക്ഷ കിട്ടും, ഇല്ലെങ്കിൽ ശരിക്കും ശിക്ഷിക്കാൻ പറ്റും. കാരണം ഇതിപ്പോൾ ആര് ശിക്ഷിക്കുന്നുണ്ടോ ഇല്ലെന്നും നമുക്കറിയില്ല. പക്ഷേ ലീഗലി അത് തെറ്റാണ്. ലീഗലി അത് പറ്റില്ല. കാരണം ഒരിക്കലും ഇത് ഇവർ പഠിപ്പിച്ച് വിടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മെഡിക്കൽ സയൻസ് തന്നെ ഒരുപാട് മെഡിക്കൽ സയൻസ് തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡോക്ടറിന് മരുന്ന് കൊടുക്കുന്നതിന് പകരം വേറെ ആൾക്ക് മരുന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇതിന് പ്രോപ്പർലി ഗൈഡഡ് ആയിട്ടുള്ള ആളുകൾ, ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കൊടുത്തില്ലെങ്കിലുള്ള നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഹിപ്നോസിസ് 2 രീതിയിൽ ഉപയോഗിക്കാം. പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഹിപ്നോസിസ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കുന്ന ആളോട് കൃത്യമായി ഞാൻ സർട്ടിഫിക്കേഷൻ ചോദിച്ചിരിക്കണം. ഉറപ്പായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് എമൗണ്ട് കൊടുത്തിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത് അല്ലേ? ഇത് ഒരു ക്വാളിഫൈഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു അമേരിക്കൻ ഹിപ്നോസിസ് അസോസിയേഷൻ പഠിച്ചിറങ്ങി 9 ലക്ഷം രൂപയാണ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയുടെ കോഴ്സൊക്കെ പഠിച്ചിറങ്ങണമെങ്കിൽ.
അപ്പോൾ അതൊരു കോഴ്സ് മാത്രമാണ്. ഇതിന് കൂടെ അഡീഷണൽ വേറെ കോഴ്സുകളെല്ലാം വരുന്നുണ്ട്. നല്ല പൈസ മുടക്കുള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ അത് ഈ 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്കൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വേണ്ട 1000-2000 വിട്ടാലും 30,000-40,000 കോഴ്സ് വാങ്ങി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ എങ്കിലും ഈ സാധനം പഠിപ്പിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷനാണ് മെയിൻ സംഭവം. ഓക്കെ, അത് കൊടുക്കണമല്ലോ, കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് പഠിക്കാൻ വരുന്ന ആളുകളുടെ ഇൻറ്റൻഷൻ, ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറുതെ നമുക്ക് ഈ ഓൺലൈനിൽ കാണുന്നവർക്ക് എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ആളുകൾ ഹിപ്നോസിസ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇവർ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ എന്താ ശരിക്കും? ഇവരെന്തോ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതിലൊരു ISO മുദ്രയും കാണാം. ISO മുദ്രയെ പറ്റി ഞാൻ പറയുന്നില്ല. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ISO മുദ്ര എടുക്കാൻ പറ്റുന്ന സംഭവം. 10,000 ഉണ്ടെങ്കിൽ ISO മുദ്ര ഒരുപാട് നമുക്ക് ഓൺലൈനിലേക്ക് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ISO മുദ്ര 10,000 കിട്ടും. അപ്പോൾ അതല്ല അതിൻ്റെ കാര്യം. അത് പ്രത്യേകം ഞാൻ പറഞ്ഞൊരു ഒരു ക്ലിനിക്കലി സംഭവം ചെയ്യണമെങ്കിൽ, ക്ലിനിക്കൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് വരണമെങ്കിൽ അതിന് പ്രോപ്പർലി അണ്ടർ ഗൈഡൻസോട് കൂടിയ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തികളുടെ കീഴിൽ നിന്ന് മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ, പഠിക്കാവുള്ളൂ. മറ്റുള്ളവർ എനിക്ക് തോന്നുന്നു ഇത് തെറ്റായി. ഇപ്പോൾ ഹിപ്നോസിസിന്റെ ചെറിയ ബേസിക്സ് ആണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. ഈ യൂട്യൂബിൽ നിന്ന് നോക്കിയിട്ടാണ് ഈ കുട്ടികളും ഈ ആളുകളും എല്ലാവരും ഹിപ്നോസിസ് പഠിപ്പിക്കുന്നത്. ശരിക്കും ഹിപ്നോസിസ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല എൻ്റെ മേഖല. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു മേഖലയാണ്. അമേരിക്കൻ ഹിപ്നോട്ടിക് കൗൺസിലും ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ജിനുബ്രോയ്ക്ക് അതിനകത്ത് മെമ്പർഷിപ്പ് തോന്നുന്നു. അപ്പോൾ അതിന്റെ അകത്തുനിന്ന് പോലും ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി ഈ വ്യക്തിയെ വാല്യൂ ചെയ്തിട്ട് മാത്രമേ ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുള്ളൂ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിപ്നോട്ടിക് അസോസിയേഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ കൊടുക്കുള്ളൂ. കാരണം നാളെ ഒരിക്കൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് തരുന്ന ഒരു ഹിപ്നോട്ടിസ്റ്റ് നാളെ ഒരിക്കലും ഒരു കേസിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത് മുഴുവനും. മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഹിപ്നോട്ടിക് സജഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡീപ്പ് ട്രാൻസ്ലേറ്റ് പോയില്ലെങ്കിൽ തന്നെയാണെങ്കിൽ സജഷൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് എങ്ങനെയാണ് അവൻ ലൈഫിലേക്ക് പിന്നീട് വരിക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് പ്രോപ്പർലി ഹാൻഡിൽ അല്ലെങ്കിൽ ഇത് തന്നെയാണ് ടെററിസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന സംഭവം തന്നെ. അതെ. അപ്പോൾ നമ്മളത് രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ആലോചിച്ച് നോക്കണം അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്നത്, അതായത് മെന്റലിസം ട്രിക്ക് ഉപയോഗിച്ചും ഹിപ്നോസിസ് ഉപയോഗിച്ചും ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കാരണം ഇവിടെ ഈ ആളുകൾ കൊടുക്കുന്ന ഓഫർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് വളരെ സ്റ്റേജ് പെർഫോമർ ആവാം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. കാരണം കൃത്യമായ ഒരാളുടെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനങ്ങളുടെ കീഴിൽ നിന്ന് പഠിക്കാതെ എന്തോ ഒരു ബേസ് സാധനം പഠിപ്പിച്ചിട്ടാണ് ഇവർ വിടുന്നത്. ഈ പഠിക്കാൻ വന്നവർക്ക് അറിയില്ലല്ലോ ഇത് എന്താണ് ഇവർ പഠിപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ നിന്ന് ഈ സാധനം പഠിപ്പിച്ച് അവരുടെ ക്വാളിഫിക്കേഷൻ ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. കാരണം പഠിക്കാൻ പോകുന്ന ഒരാളും ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല. എന്താണ് നിങ്ങൾ പഠിപ്പിക്കാൻ? വേറെ കാര്യം വെച്ചാൽ ഇവർ ശരിക്കും ഒരു ഫൺ എന്ന രീതിയിലാണ് ഹിപ്നോസിനെ കണ്ടിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ തലമുറയാണെങ്കിൽ ഒരു ഫണ്ണാണ്, ഇത് രസമാണ്. ഞാൻ ഭയങ്കര ഹിപ്നോട്ടിസ്റ്റ് ആണ്, ഒരു ഫൺ എന്ന രീതിയിൽ. കാരണം സ്റ്റേജ് ഷോസ് കാണിക്കാൻ പറ്റും, അവിടെ കാണിക്കാൻ പറ്റും. പിന്നെ ഇതൊരു ഫൺ എന്ന രീതിയിലല്ല എടുക്കേണ്ടത്. ഇത് ശരിക്കും അത് ക്ലിനിക്കലി അത് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന നല്ല ഒരാൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെ എഫക്റ്റീവായ ടൂളാണ്. ഒരു ടൂളാണ്. ആ ടൂള് നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. മോശമാണെങ്കിൽ അത് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയം എടുത്തതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജിനുബ്രോ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണ്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, കാരണം ആരും ചെന്ന് കുഴിയിൽ ചാടാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് 30,000-40,000 കൊടുത്ത് നിങ്ങൾ കോഴ്സ് പഠിച്ചിട്ട് വാല്യൂ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് നിങ്ങളത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തെറാപ്പിക്ക് പോകുമ്പോഴും, അതായത് ഹിപ്നോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റും. മസ്റ്റായിട്ടും നിങ്ങൾ തെറാപ്പിക്ക് പോകുന്നുണ്ടെങ്കിൽ തെറാപ്പി എടുക്കുന്ന ആളുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രമേ, അതായത് ഏതെങ്കിലും അംഗത്വമുണ്ടോ അല്ലെങ്കിൽ ക്ലിനിക്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഒരു പക്ഷേ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ പോലും നമുക്കത് ചെയ്യണമെന്നുള്ളതാണ് ശരിക്കും. പക്ഷെ നമ്മളത് ചെയ്യാറില്ല, കാരണം നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. ഇത് കാണുന്ന പ്രേക്ഷകരോട് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒത്തിരി അധികം തട്ടിപ്പ് ഹിപ്നോസിസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്, നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആരും കുഴിയിൽ ചെന്ന് ചാടാതിരിക്കുക. കൃത്യമായി നിങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും തെറാപ്പിക്ക് പോകുമ്പോഴും മറ്റെന്ത് കാര്യത്തിന് പോകുമ്പോഴും സർട്ടിഫിക്കേഷൻ കൃത്യമായി കാണുക. അത് ചെയ്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം തെറ്റിപ്പോയാൽ അത് നിങ്ങളുടെ മാനസികാവസ്ഥയിലും ബാധിക്കും, നിങ്ങളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ബാധിക്കും. കാരണം നെഗറ്റീവൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു പക്ഷേ സൂയിസൈഡിലോട്ട് പോകാൻ എനിക്ക് തോന്നുന്നു, അല്ലേ? നമ്മളത്ര എക്സ്ട്രീം ലെവലിലേക്ക് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് പല സാഹചര്യങ്ങളും വന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇത് ഹിപ്നോസിസ്, മെൻ്റലിസം ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുക. കാരണം എല്ലാവരും മെൻ്റലിസം പഠിക്കാൻ ഹിപ്നോട്ടിസം ഇതെന്തോ വലിയ സംഭവമാണ്
ഇത് പഠിച്ച ആളുകൾ എന്തോ വലിയ സംഭവമാണെന്നൊരു ഒരു ഫീല് യങ്ങർ ജനറേഷൻ അല്ലെങ്കിൽ ആളുകൾ കിട്ടുന്നതുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്. റോജ് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് കഴിഞ്ഞ ദിവസം ഒരു തെറാപ്പിക്ക് ഒരാൾ വന്നിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു കുറേ പല പോപ്പുലറായിട്ടുള്ള ആളുകളുടെ അടുത്തും പല സ്ഥലത്തും പോയി ഹിപ്നോതെറാപ്പി ചെയ്തിട്ട് വന്ന ആളാണ്. പക്ഷേ എങ്കിലും ആ നെഗറ്റിവിറ്റി മാറുന്നില്ല. രാവിലെ എഴുന്നേക്കും ഫുള്ള് തലവേദന, പ്രശ്നങ്ങൾ, ടെൻഷൻ. അപ്പോൾ ഇതിന് കാരണങ്ങൾ അന്വേഷിച്ച് കഴിയുമ്പോഴേക്കും ഇത് പറഞ്ഞു നിൽപ്പിക്കും ഇവർ കൊടുക്കുന്ന ആ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിലൂടെ അല്ല, ഇതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം ഈ തെറാപ്പി ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം എനിക്കിത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എൻ്റെ കഴിവല്ല, ശരിക്കും ആൾക്കത് ആവശ്യമായിരുന്നുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുത്തു. പക്ഷേ അതിനുശേഷം ഒരു ഹിപ്നോട്ടിസ്റ്റ് അടുത്ത് പോയിട്ട് തെറ്റായ തെറാപ്പി എടുത്തിട്ട് വന്നു, പൈസയും കൊടുത്ത് തെറാപ്പി എടുത്തിട്ട് വന്നില്ല. ഇവർക്ക് അറിയില്ല ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് അറിയില്ല. ഇവരിപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ചെന്നതായിരിക്കും അവർ. പക്ഷേ ഞാൻ അയാളെയും കുറ്റം പറയുന്നുണ്ട്, ഇവരെയും കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഒരു സാഹചര്യത്തിൽ അവർ പെട്ടുപോയതായിരിക്കും. പക്ഷേ ഇതിൻ്റെ കൗണ്ടർ റിപ്രിക്കേഷൻസ് എന്ന് പറയുന്നത് കുറേ കാലഘട്ടം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുള്ള് തലവേദന എന്ന് പറയുമ്പോൾ നല്ല എന്ത് കാരണം കൂടെ തലവേദന വരണമെന്ന് ഇവർക്ക് അറിയില്ല. മരുന്ന് കഴിക്കാൻ നോക്കി ഒരു രക്ഷയില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു റീസൺ ഉണ്ട്, എന്ത് കാരണം കൊണ്ടാണ് വന്നതെന്നുള്ളത് അതിന് മുമ്പ് ചെയ്ത ഒരാളുടെ. കാരണം എനിക്ക് ഹിപ്നോട്ടിസം ഉപയോഗിച്ച ഒരുപാട് അസുഖങ്ങളും ഒരുപാട് ട്രോമയും ഒരുപാട് എന്താ പറയുക പല ടൈപ്പ് ഓഫ് സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നൊരു നല്ല വലിയൊരു മേഖലയാണ്. അതെ, ഇത് ഹിപ്നോസിസ് നമുക്ക് ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് രീതിയിൽ മാത്രമല്ല പല രീതിയിൽ ഉപയോഗിക്കാം. ഈവൻ സ്പോർട്സിൽ ഉപയോഗിക്കാം, സ്കൂളിൽ ഉപയോഗിക്കാം, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിന് വണ്ണം കുറയ്ക്കാൻ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹിപ്നോസിസ് ഉപയോഗിക്കാൻ പറ്റും, ഹിപ്നോതെറാപ്പിയൊക്കെ. പക്ഷേ അതിൻ്റെ വൈഡ് യൂസേജാണ്. അത് അങ്ങനെയാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ സ്റ്റേജ് പെർഫോമൻസിനെ കാണിക്കാം, പക്ഷേ അത് എത്രത്തോളം കാണിക്കാൻ പാടില്ല. അത് കാണിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇൻകംപ്ലീറ്റഡാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.